ഹായ് എവറിബഡി. ഈ ക്ലാസ്സിൽ തേർഡ് സെം BA-BSc-കാരുടെ കനുപ്രിയ എന്ന ധർമ്മവീർ ഭാരതിയുടെ രചനയിൽ നിന്ന് ദൂസറ ഗീതാണ് പരിചയപ്പെടാൻ പോകുന്നത്, പൂർവ്വരാഗിൻ്റെ. അതിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇസ് ഗീത് में राधा बतला रही है कि आज अचानक राधा के शरीर के सितार में एक एक तार में कनु की झनकार उठी है. ഈ ഒരു ഗീത്തിൽ രാധ പറയുന്നത് ഇന്ന് പെട്ടെന്ന് അറിയാതെ രാധയുടെ ശരീരം സിത്താറായി മാറി എന്നാണ്. സിത്താർ എന്ന് വെച്ചാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ ഓരോ സ്ട്രിങ്ങിലും കനു ഉണ്ട് എന്നാണ്. കനു സംഗീത് ബൻകർ രാധാ കെ ശരീർ മേ ഝൻകാർ ഉഠാ രഹാ ഹൈ. കനു എന്ന് വെച്ചാൽ കൃഷ്ണനാണ്. കനു മ്യൂസിക്കായിട്ടുള്ള രീതിയിൽ, ഈ സിത്താറിൻ്റെ മ്യൂസിക്കായിട്ടുള്ള രീതിയിൽ രാധയുടെ ശരീരത്തിലുണ്ട് എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. തബ് രാധ ഉസേ പൂച്ച്തി ഹൈ കി തും മുജ്മേ കബ്സേ ചിപേ സോ രഹേ ഥേ. അപ്പോഴാണ് രാധ കനുവിനോട് ചോദിക്കുന്നത്, നീ എപ്പോഴാണ് എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്നത് എന്ന്. രാധ അക്സർ കനു സേ തം കെ പർദോ മേ ഹത്തേലിയോ സേ അപ്നെ ആരക്ത് മുँह को छिपाते हुए मिलती थी क्योंकि उसे कनु से बहुत लाज आती थी. രാധ പലപ്പോഴും കനുവിനെ മീറ്റ് ചെയ്യുന്നത് തം കെ പർദോ, ഇരുട്ടിലാണ്. അപ്പോൾ ആ സമയത്ത് മുഖം അധികം കാണില്ല, എന്നാലും നാണം കൊണ്ട് ചുവന്ന സ്വന്തം മുഖം കൈകൾ കൊണ്ട് മറച്ചാണ് കണ്ണനെ കാണുന്നത്. അതെന്താ എന്ന് വെച്ചാൽ അത്രയും നാണമാണ് രാധയ്ക്ക് കണ്ണനെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്നത് എന്നാണ് ആ വരികളുടെ അർത്ഥം വരുന്നത്. ലേക്കിൻ ഇസ് ക്ഷൺ മേ രാധ कहती है कि उसे क्या मालूम था कि उसके पास अपने को छुपाने के लिए कोई पर्दा ही नहीं होगा जब कनु रूपी संगीत उसके जिस्म में एक एक तार में झनकार उठेगा. അതായത് ആ സമയത്ത് രാധയ്ക്ക് അറിയില്ലായിരുന്നു കനു രൂപത്തിലുള്ള സംഗീതം അവളുടെ ശരീരത്തിൻ്റെ ഓരോ അണുവിലും ഉണർന്ന് ഇരിക്കുമെന്നത്. അവളുടെ ശരീരത്തിലെ ഓരോരോ അംഗങ്ങളിലും സാന്നിധ്യം പ്രകടിപ്പിക്കുമെന്നത്. അതുകൊണ്ട് തന്നെ രാധ ഈ ഒരു വേളയിൽ പറയുന്നത്, फिर कनु से ही पूछती है कि स्वर्णिम संगीत रूपी कनु तुम कब से इस क्षण की प्रतीक्षा करते हुए मुझ में ही छिपे सोए थे. അപ്പോഴാണ് രാധ ചോദിക്കുന്നത്, എപ്പോൾ മുതൽക്കാണ് കണ്ണാ നീ എന്നിൽ എന്നെ ഞാൻ അറിയാതെ തന്നെ എന്നിൽ അലിഞ്ഞു ചേർന്നിരുന്നത് എന്ന്. രണ്ടാമത്തെ ഗീത്തിൻ്റെ സമറി. ഇത് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സമറിയാണ്. കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോകൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.